മുഖ്യമന്ത്രിക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശത്തിൽ PMA സലാമിനെ തള്ളി മുസ്ലിം ലീഗ്. രാഷ്ട്രീയ വിമർശനങ്ങളാവാം, വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തമാണ്. അത് ആവശ്യമാണ്. അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണല്ലോ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അതൊക്കെ വേണം, അത് വേണ്ടതുമാണ്. അതേ അവസരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപത്തിലേക്ക് പോകാൻ പാടില്ല. അത് ഒരു നല്ല കാര്യമല്ല. പാർട്ടിയുടെ നയവും തന്നെ കൃത്യമായുള്ള അധിക്ഷേപത്തിലേക്ക് വിമർശനങ്ങൾ പോകാൻ പാടില്ല. എല്ലാവരും അത് സൂക്ഷിക്കേണ്ടതാണ്. PMA സലാം എന്തായിരുന്നു പറഞ്ഞതെന്ന് കൂടി കേൾക്കാം. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാകണം, അല്ലെങ്കിൽ പെണ്ണാകണം. ഇത് രണ്ടും കെട്ട ഒരു മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കിട്ടിയത് എന്നാണ് നമ്മുടെ അപമാനം. അതാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നാളെ നമ്മളെ കുട്ടികൾ ഇത് പഠിക്കേണ്ടി വരും. വികലമായ ചരിത്രം, തെറ്റായ ചരിത്രം. ഭാഷകൾ മാറ്റിവെക്കുകയാണ്. അറബി, ഉറുദു, ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, ആകെ സംസ്കൃതവും ഹിന്ദിയും പഠിച്ചാൽ മതി എന്നുള്ളിടത്തേക്ക് വരികയാണ്. പിഞ്ചു പ്രായത്തിൽ ചെറിയ കുട്ടികളെ പോലും അവരുടെ മതത്തെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അറിയാത്തൊരു വിദ്യാഭ്യാസം നൽകാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇംതിയാസ് കരീം വിവരങ്ങളുമായിട്ടുണ്ട്. ഇംതിയാസ്, മുഖ്യമന്ത്രിയെ പറഞ്ഞു, അതിന് പിന്നാലെ അദ്ദേഹം പറയുന്നു ഒക്കെ ശുദ്ധാബദ്ധങ്ങളാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ഇതൊക്കെ പഠിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളൊക്കെയാണോ കുട്ടികൾ പഠിക്കേണ്ടതും കൂടി അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടതാണ്. ദിവിഷ്മണി, PMA സലാം മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ അധിക്ഷേപ പരാമർശം അതിലിപ്പോൾ മാപ്പ് പറയേണ്ടി വരും എന്നുള്ള രൂപത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനാണ്, അതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചത് എന്നൊക്കെ ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളൂടെ PMA സലാം ഓർക്കണം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയാണ് PMA സലാം വഹിക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും PMA സലാം പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായിട്ടും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം തന്നെ തള്ളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം ഇതിൽ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ നിലപാട് വ്യക്തമാക്കണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സാദിഖ് അലി തങ്ങൾ നിലപാട് വ്യക്തമാക്കുന്നു. ലീഗിന്റെ നയം ഇങ്ങനെയല്ല, ഇത് ലീഗിന്റെ നിലപാടല്ല. രാഷ്ട്രീയ വിമർശനങ്ങളാവാം, എന്നാൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് രാഷ്ട്രീയ വിമർശനങ്ങൾ കടക്കരുത് എന്നാണ് ലീഗ് കൃത്യമായി നിലപാട് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇത് ലീഗ് തള്ളുന്നതോടുകൂടി സലാം ഇതിൽ മാപ്പ് പറയേണ്ടി വരുമെന്നുള്ളതാണ് കാര്യം. എന്നാൽ PMA സലാം നേരത്തെയും പല വിഷയങ്ങളിൽ ഇത്തരത്തിൽ അബദ്ധമായ ഇത്തരം ചില അധിക്ഷേപ കാര്യങ്ങളൊക്കെ നേരത്തെയും നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ വെട്ടിലായ ആളുമാണ് PMA സലാം എന്നുള്ളത് കൂടെയാണ് കാര്യം. ഇതിൽ തന്നെ ഈ വാഴക്കാട് ഇന്നലെ നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു പരിപാടിയിലാണ് ഈ പ്രസംഗം PMA സലാം പറയുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് പറയുന്ന മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി MK സ്റ്റാലിനൊക്കെ അദ്ദേഹം ഒരു ആണായ ആൾക്ക് ഇതിനൊന്നും എതിർക്കാതിരിക്കാൻ കഴിയില്ല. മമതാ ബാനർജി പോലും കോടികൾ തന്നാലും ഇങ്ങോട്ടേക്ക് ഇത് കൊണ്ടുവരില്ല, ഈ പദ്ധതി കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞു. അതിന്റെ തുടർച്ചയായ ഭാഗങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. പക്ഷെ എന്തായാലും ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ആണും പെണ്ണും കെട്ടവനെന്നൊക്കെ പറയുന്നതൊക്കെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. CPM-ന്റെ മലപ്പുറം ജില്ലാ നേതൃത്വം ഇന്നലെ തന്നെ ഇതിനെ എതിർത്ത് രംഗത്ത് വരികയും ചെയ്തിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസും ഇപ്പോൾ PMA സലാമിനെതിരെ രംഗത്ത് എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. എന്തായാലും മണിക്കൂറുകൾ കഴിയുമ്പോൾ, രാത്രി കഴിഞ്ഞ് നേരം പുലരുമ്പോൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം, അതും അധ്യക്ഷനായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ തന്നെ ആ നിലപാടിനെ സലാമിനെ തള്ളുമ്പോൾ അത് നമുക്ക് സ്വാഗതാർഹമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗ് എടുക്കുന്നത്. പക്ഷേ സലാം ഈ രീതിയിൽ പ്രസ്താവനകൾ നടത്തി, അധിക്ഷേപ പരാമർശങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത് ഒരിക്കലും ഔചിത്യമല്ല, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗും പറയുന്നത്. ദിവിഷ്മണി. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.